പല കുപ്പികളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന്റെ ഉള്ളിൽ. ചിലപ്പം അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്ത സംഭവങ്ങൾ ഇങ്ങനെ ചെറിയ 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 ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു സെറ്റ് ആണല്ലോ. ചിലപ്പം അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്ത സംഭവങ്ങളൊക്കെ ആയിരിക്കാം. ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഇവിടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കൂടോത്രമല്ല, മറിച്ച് മാന്ത്രിക തകിടുകൾ. ബിഗ് ബോസിലെ കൂടോത്ര രഹസ്യങ്ങൾ പുറത്തോട്ട് ലക്ഷ്മിപ്രിയ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലക്ഷ്മിപ്രിയയുടെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. ഒരു ചാനലിൽ കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ പല രഹസ്യങ്ങളും ലക്ഷ്മിപ്രിയ തുറന്നു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ. പലർക്കുമുള്ള സംശയങ്ങളാണ്. ഒരുപക്ഷെ ഈ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ മാറിയേക്കാം. പലർക്കുള്ളൊരു സംശയമാണ്, പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടായിരുന്നോ, ഏതൊക്കെ സീസണിലാണ് കൂടോത്രം ഉണ്ടായിരുന്നെന്നും എന്തൊക്കെയാണ് ബിഗ് ബോസ് വീടിനകത്ത് ഈ ഒരു ഷോ വിജയിക്കാൻ വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതെന്നും എല്ലാ രഹസ്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടോ, പ്ലാച്ചിയില് തകിടും കാര്യങ്ങളൊക്കെ പൂജിച്ചിട്ടാണോ കൊണ്ടുവന്നത്? ബിഗ് ബോസ് തന്നെ അത്തരം ഒരു പ്രോമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പ്ലാച്ചിയിൽ എന്തോ ഒരു കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാൽ പ്ലാച്ചിയിലെ കൂടോത്രം ആരാണ് ചെയ്ത് വീടിനകത്തേക്ക് വിട്ടിരിക്കുന്നത്? ഇതിന്റെ എല്ലാം ചുരുളഴിയുകയാണ് കേട്ടോ. ലക്ഷ്മിപ്രിയ പറയുന്ന ആ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇത് വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാവും. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ്. നമുക്കതൊന്ന് കേട്ട് നോക്കാം. അവിടെ ഇങ്ങനെ ചെറിയ 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 ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊരു സെറ്റ് ആണല്ലോ. ചിലപ്പം അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്ത സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അതെനിക്ക് മനസ്സിലാവും. കൂടോത്രം എന്നൊക്കെ പറയും. ഇവരൊക്കെ പറയുവേ ഇത് ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് ഇവിടെ. സീസൺ 4 എല്ലാവരും പറയുമായിരുന്നു അത്ര ഭയങ്കര നെഗറ്റീവാണ്, ഭയങ്കര നെഗറ്റീവാണ്. പക്ഷേ 4ന്റെ വീടുണ്ടല്ലോ, ഒരു അല്പം ഒരു നെഗറ്റിവിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ സീസൺ 5 ഭയങ്കര മൊത്തം ഇങ്ങനെ ആയുധങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടായിരുന്നു. അതൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു. പലപ്പോഴും ബിഗ് ബോസ് തന്നെയാണ് ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തീം കൊടുക്കുന്നത്. ഇതൊക്കെ തരണം ചെയ്ത് വേണ്ടേ വരാനായിട്ട് നൂറ് ചുമ്മാതല്ലോ, നല്ല പൈസ കൊടുക്കുന്നില്ലേ? ആ ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് പലപ്പോഴും ആ തീം ഉണ്ടാക്കി ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. തീം മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ തകിടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അവിടെയുള്ള കണ്ടസ്റ്റന്റ് പറയുന്നത്. നമുക്ക് കേൾക്കാം. എനിക്കൊരു നെഗറ്റീവ് എനർജി, എനിക്കിതെല്ലാം പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇപ്പം നമ്മളുടെ ചക്രം നമ്മൾ എഴുതി വെക്കുന്നു, അതൊരു കൂടോത്രമാണോ? നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്നു, ഇതൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷൻ അല്ല, നമ്മുടെ ഉപാസനക്രമത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെന്ന് സംബന്ധിച്ചിടത്തോളം ഒരുത്തനെ എടുത്ത് കുത്തി കൊല്ലുവോ, വയലന്റ് ആയിട്ട് വല്ലതും ഇതിന് തീയിട്ട് കളയോ എന്നൊക്കെ പേടി അവർക്കും ഉണ്ടാവില്ലേ? നല്ലതിന് വേണ്ടിയിട്ട് പിന്നെ 100 ദിവസം നിൽക്കണം, ആപത്ത് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ആ ഒരു അഭിപ്രായം തന്നെയാണ് കേട്ടോ എനിക്കുള്ളത്. നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ലത് വരാൻ വേണ്ടിയിട്ട്, പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. താന്ത്രികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ഒരു കൂടോത്രമല്ല. ഇപ്പൊ നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം വിളക്ക് കത്തിക്കും, അതുപോലെ നാരങ്ങ വിളക്ക് കത്തിക്കും, സുദർശന ചക്രം വെക്കും. ചിലർ വീട് പണിയുന്ന സമയത്ത് തന്നെ തറയിൽ വെക്കും, ചിലവർ പൂജാമുറിയിലിട്ട് പൂജിക്കും. വർഷം നമ്മൾ പൂജിച്ച് അതിന്റെ പോസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതെന്താ, വീട്ടിലുള്ളവർക്ക് ഒരു ആപത്തും വരാതിരിക്കാനും നല്ലത് വരാൻ വേണ്ടിയിട്ടും പണത്തെ ആകർഷിക്കാനും മഹാലക്ഷ്മി ആകർഷിക്കാനും അങ്ങനെ ഒരുപാട് താന്ത്രികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ചിലവര് ഉപ്പ് കെട്ടിവെക്കും, വീണ്ടും ഫ്രണ്ടിൽ വെക്കും. ചിലവര് ഉപ്പ്, നാണയം, അങ്ങനെയുള്ള ഏലക്ക അതൊക്കെ ആകർഷിക്കാനായിട്ട് വീടിന്റെ വാതിക്കൽ വെക്കും. ഇതൊക്കെ ഒരു താന്ത്രികമായിട്ടുള്ള ഒരു വിദ്യയാണ്. പണത്തെ ആകർഷിക്കാൻ, മഹാലക്ഷ്മി ആകർഷിക്കാൻ, നമുക്ക് ധനം കൂടുതൽ വരാൻ വേണ്ടിയിട്ടൊക്കെ, അവർക്ക് ഹെൽത്ത് നല്ല ഓക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങള്. ഇത് തന്നെയാണ് ബിഗ് ബോസ് വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. കുപ്പിയിലാണ് ഇത് നിറച്ച് ഓരോ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് ഇവര് കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമില്ലെങ്കിലും ഈ കുപ്പിയിലോ തകിട് ഒക്കെ കാണുമ്പോൾ അയ്യോ ഇത് നെഗറ്റിവിറ്റി ആണെന്നൊക്കെ തോന്നും. അതാണ് വീടിനകത്ത് ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നെഗറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു. ഇത് ആ ഷോയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ വീടിനകത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെ ബിഗ് ബോസിന്റെ വീടല്ലേ. ബിഗ് ബോസ് ആ ഷോ നല്ല ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏത് സീസൺ നോക്കുകയാണെങ്കിൽ ഏത് സീസൺ ആയിരുന്നു സൂപ്പർ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത് സീസൺ 4 ആണ്, ഇല്ലേ? സീസൺ 4 ഇതൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടസ്റ്റന്റ് തുറന്നു പറഞ്ഞുകൊണ്ട് വരികയാണ്. ഒരിക്കലും അതൊരു കൂടോത്രമല്ല, ഒരു താന്ത്രിക വിദ്യയാണ്. ലക്ഷ്മിപ്രിയ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇത് പലരും പല വീട്ടിൽ നിന്ന് വരുന്നതാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ ഒരു വെട്ടോ കുത്തോ കത്തിയൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും വെക്കാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ രീതിയിൽ ബിഗ് ബോസ് എടുത്തിരിക്കുകയാണെന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. എന്തൊക്കെ എടുത്താലും ഇതൊരു കൂടോത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതൊരു താന്ത്രിക വിദ്യയായിട്ട് ഇവർ ചെയ്യുന്നതാണ്. ഷോ ബൂസ്റ്റപ്പ് ആവാൻ വേണ്ടിയിട്ട്, പ്രേക്ഷകരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കുള്ളൂ. ഒരു പരിധി വരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ വെല്ലാനായിട്ട് എന്ത് ഷോയാണ് ഉള്ളത്?
ഒരു ഷോയും ഇല്ല. ബിഗ് ബോസ് ഇപ്പോൾ ഓരോ വർഷം കൂടുന്നവർ വേറെ ലെവൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ താന്ത്രിക വിദ്യയുടെ എഫക്റ്റ് ആയിരിക്കാം അല്ലേ? ഇതാ ഞാൻ പറഞ്ഞേ, വിശ്വസിക്കുന്നവരുണ്ടാവും, വിശ്വസിക്കാത്തവരുണ്ടാകാം. ഇപ്പൊ ഈ കാലത്ത് നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമല്ലേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പിന്നെ ഇതൊന്നും വാസ്തു ഒന്നും നോക്കി ഉണ്ടാക്കുന്ന വീടുകളൊന്നും അല്ലല്ലോ. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് അവർ എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടാവും. ഞങ്ങൾക്ക് പല കുപ്പികളും കിട്ടിയിട്ടുണ്ട്, കാണാറുണ്ട് പലതും. അത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഹിന്ദിക്കാരുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലേ, വേറൊരു രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെ സ്വപ്നമാണ് ഒരു വീട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് വീട് പണിയുന്ന സമയത്ത് തറക്കല്ലിടുമ്പോ തന്നെ പലരും വാസ്തു നോക്കുന്നവരുണ്ടാവും, നോക്കാത്തവരുണ്ടാവും. വാസ്തു നോക്കാതെ കേൾക്കുന്ന വീട്ടില് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് ഹെൽത്ത് പരമായിട്ടായിരിക്കും, ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കും, സമാധാനം ഉണ്ടാവാതായിരിക്കും. ചിലർ പുതിയ വീട് വെച്ചിട്ട് ഒരു സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ടാകാം. അതൊക്കെ വാസ്തുവിന്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് 100% ഞാനത് വിശ്വസിക്കുന്ന ഒരാളാണ്. ബിഗ് ബോസ് വീട് വാസ്തു നോക്കിയിട്ടൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു സ്ഥലത്ത് വെക്കുന്നു. അപ്പുറത്തൊക്കെ കൊടുങ്കാടൊക്കെ ആയിരിക്കും, പല നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ വാസ്തു ഒക്കെ നോക്കാതെ വെക്കുന്ന വീട്ടിൽ ആ വാസ്തുദോഷം മാറാൻ വേണ്ടിയിട്ട് ജപിച്ച് കെട്ടിയിട്ട് വെച്ചതായിരിക്കാം. അതൊക്കെ ഇവര് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത് ഒരുത്തൻ ഇത് നെഗറ്റീവ് ആണെങ്കിൽ അവനത് നെഗറ്റീവ് ആയിട്ടല്ലേ തോന്നുന്നു. എന്നെ സംബന്ധിച്ച് അതൊക്കെ പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അത് കണ്ടിട്ട് അത് നെഗറ്റീവ് ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. അത് പോസിറ്റീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിരിക്കും. അത് നമ്മൾ എടുക്കുന്ന രീതി അനുസരിച്ചിരിക്കും. താരം പ്ലാച്ചിപ്പാവയ്ക്കുള്ളിൽ ഒളിപ്പിച്ച കൂടുപത്രവുമായി ബിഗ് ബോസിലേക്ക് പോയി അനുമോൾ. ഒരുപാട് ഓൺലൈൻ ചാനലുകളിൽ ഒമ്പൻ ചർച്ചയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ തകിടോ കൂടോ ഒക്കെ ചേച്ചി ജപിച്ചു കിട്ടിയിട്ടാണോ പോയെ? ഞാൻ ഒന്നും ജപിച്ചിട്ടില്ല. അവിടെ ഒന്നും സമ്മതിക്കത്തുമില്ലല്ലോ. പ്ലാച്ചി കൂടോത്രമാണ്, പ്ലാച്ചിക്ക് കൂടോത്രമുണ്ട്, 100% ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വന്ന് ഇതുപോലെ ഇന്റർവ്യൂലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതും ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. പ്ലാച്ചിക്കുള്ളിൽ കൂടോത്രം. വീടിനകത്തേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്തിട്ടേ വിടത്തുള്ളൂ. അതിനുള്ളിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് തകിടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജപിച്ച് കെട്ടി പോയാൽ തന്നെ അത് സ്കാൻ ചെയ്ത് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കും. ഒരാൾക്കും ഒരു സാധനം അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പല സാധനങ്ങളൊക്കെ അണിയും, പക്ഷെ അതൊന്നും വീടിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അങ്ങനെയാണ് ബിഗ് ബോസ് വീട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ലക്ഷ്മിപ്രിയ തന്നെ തന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എന്താ പറയാ, ഇങ്ങനത്തെ ഇതൊക്കെ രുദ്രാക്ഷ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഇടുന്നതാണ്. പക്ഷെ അതൊന്നും ക്യാരി ചെയ്യരുതെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം റിമൂവ് ചെയ്തിട്ടാ പോയത്. അതുപോലെ ഒന്നും ഒരു ബിലീഫ്സും നമ്മള് കീപ്പ് ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. പിന്നെ എനിക്ക് എല്ലാ ദിവസവും ദേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി തുറന്നു പറയാണ്, 101 രൂപ ഞാൻ കോയിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കോയിൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെനിക്ക് ജപിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്, അമ്മയ്ക്കൊരു സമർപ്പണം. കാരണം ഞാൻ ഡെയിലി പേയ്മെന്റിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഞാൻ മാറ്റി വെക്കുന്ന ഒരു സങ്കല്പത്തിൽ അത് ചെയ്യണം എന്ന്, അതിന് വേണ്ടിയിട്ട് ഞാനൊരു 101 രൂപ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. കോയിൻ പേഴ്സ് ഒക്കെ അവർ അങ്ങനെ തന്നെ അവർ മാറ്റി അവിടെ വെച്ചു. അതൊന്നും എനിക്ക് തന്നിട്ടില്ല. അതായത് തിരിച്ചു വരുമ്പോ തന്നു, അതിന്റെ ഉള്ളിലേക്ക് അതൊന്നും കൊണ്ടാൻ പറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ കൂടോത്രവും ഇതൊക്കെ ഉള്ളത്? ലക്ഷ്മിപ്രിയ തന്നെ തന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. 100 ദിവസത്തേക്കുള്ള കൂലിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഈ 100 ദിവസം ഓരോ രൂപ വെച്ചിട്ട് ദേവിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 101 കോയിനുമായിട്ടാണ് ലക്ഷ്മിപ്രിയ പോയത്. അത് ലക്ഷ്മിപ്രിയയുടെ വിശ്വാസം. ആ 101 കോയിൻ വീടിനകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ബിഗ് ബോസ് ടീം സമ്മതിച്ചിരുന്നില്ല. അപ്പൊ ആ വിശ്വാസത്തിന് ഒരു ബ്രേക്ക് ആവാം. വിശ്വാസത്തോടു കൂടി സമർപ്പിച്ചതാണ്. ദേവിക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസം എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് 1 രൂപ ദേവിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ ലക്ഷ്മിപ്രിയ ചെയ്തതായിരിക്കാം. ലക്ഷ്മിപ്രിയക്ക് 100 ദിവസം നിൽക്കാൻ പറ്റി. 100 ദിവസം നിന്നിട്ടാണ് ലക്ഷ്മിപ്രിയ പോയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അടുത്ത സീസണിൽ പോകുന്നവരെ കൂടോത്രം ചെയ്തു പോയി കഴിഞ്ഞാൽ 100 ദിവസം നിൽക്കാം എന്നൊക്കെ വിചാരിച്ച് പോകണ്ട. അവിടെ മൊത്തം പോസിറ്റീവ് എനർജി കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് ബിഗ് ബോസ് വീട്. ഷോയ്ക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൂടോത്രമൊക്കെ ആയിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ പോസിറ്റീവും നെഗറ്റീവും കൂടി ചേർന്ന് നെഗറ്റീവിനെ പുറന്തള്ളും. ഇനിയിപ്പോ പ്ലാച്ചിയിൽ കൂടോത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂടോത്രം പൂട്ടി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്താകും കേട്ടോ. ബിഗ് ബോസ് വീട്ടിലെ താന്ത്രിക വിദ്യകളെല്ലാം തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ എത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസണിൽ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ
നമ്മൾക്ക് 100 ദിവസം നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തില് എല്ലാവരും പെട്ടിയും കിടക്കെടുത്ത് അതിൻ്റെ ഉള്ളില് കൂടോത്രവുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അധികം ദിവസം നിൽക്കില്ല. ഒരുപാട് മാന്ത്രിക തകിടുകൾ കെട്ടിപ്പൂട്ടി അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പലതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതിന്റെ രഹസ്യം പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ വന്നിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു കെട്ടിച്ചമച്ച കഥയല്ല, തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ വന്നിരിക്കുന്നത്. സീസൺ 4 ഗംഭീരമായിട്ട് പോയതിന്റെ രഹസ്യങ്ങൾ ഒരുപക്ഷെ ഇതായിരിക്കും. ഇത് വിശ്വസിക്കുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. ഇതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിന്റെ ഭാഗം മാത്രമാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാത്തവരൊക്കെ എല്ലാവർക്കും